ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് നമ്മൾ തേഴ്സ്ഡേ എനർജിയാണ് നോക്കുന്നത്. അതായത് ജൂലൈ 24 ഗൈഡൻസ് ആണ്. ഇന്ന് കർക്കിടക വാവാണ്, ന്യൂ മൂണിൻ്റെ ഊർജ്ജമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം പുതിയ ഇൻറ്റൻഷൻസ്, പുതിയ സങ്കല്പങ്ങൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പിതൃക്കൾക്ക്, ആൻസസ്റ്റേഴ്സിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അതിൻ്റേതായിട്ടുള്ള ആ ഒരു റിച്വൽസൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസം ഞാൻ നേരുന്നു. പൂർവികരുടെ അല്ലെങ്കിൽ പിതൃക്കളുടെ, നിങ്ങളുടെ ഫാമിലിയുടെ ഒക്കെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ദിവസം ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ റീഡിംഗ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട്, സമാധാനമായിട്ടിരുന്നിട്ട് ഇതിൽ നിന്നും ഒരു ഊർജ്ജം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ എനർജി എന്താണെന്ന്. ജൂലൈ 24 ഗൈഡൻസ് ആണ്. അതുപോലെ തന്നെ ഇന്ന് കർക്കിടക വാവാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് ആദ്യം നോക്കാം. അതായത് ഈ ഒരു ന്യൂ മൂൺ വന്നിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് ബ്ലെസ്സിങ്സ്, എന്ത് പുതിയ എനർജീസാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്കുള്ള ന്യൂ മൂൺ എനർജീസ് എന്തൊക്കെയാണ്? താങ്ക് യു. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്കുള്ള energies. Thank you. Wheel of Fortune. ഇവിടെ ഒത്തിരി പഠനത്തിൻ്റെ ഊർജം കാണുന്നുണ്ട്. കുറേ കൂടെ ഹയർ ലേണിംഗ്, ഉപരി പഠനം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് കടന്നു വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പിലൊരു ബാലൻസ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് ആയിരിക്കാം കുറച്ച് പേർക്ക് വരുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ റൈറ്റിംഗ്, എഴുതുന്ന ഒരു ഊർജ്ജം കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള ഫീൽഡിലുണ്ടെങ്കിൽ, കലാപരമായിട്ടുള്ള എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് കുറച്ച് പേര് ചാനൽ ചെയ്യുന്നതായിരിക്കാം, യൂസ് ചെയ്യുന്നതായിരിക്കാം. ഡ്രോയിങ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ സ്റ്റോറി എഴുതുന്നതായിരിക്കാം. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള ഊർജ്ജവും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കലകൾ വഴി നിങ്ങൾക്ക് ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി പുരോഗതി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ന്യൂ എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ന്യൂ കോൺട്രാക്റ്റ് ആണ്, പുതിയ എന്തെങ്കിലുമൊക്കെ എഗ്രിമെൻറ്റ്, എന്തെങ്കിലുമൊക്കെ കരാറുകൾ ഒപ്പുവെക്കുന്നുണ്ടാകാം. ആ ഒരു ഊർജ്ജവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിഗ്നേച്ചർ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് മേജറായിട്ടുള്ള ഒരു ഡിസിഷനാണ്, തീരുമാനമാണ്. അത് നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, പുതിയ തുടക്കം കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ ടവർ, സഡൻ ആയിട്ടുള്ള പെട്ടെന്നുള്ള ഷിഫ്റ്റ്, മാറ്റങ്ങൾ കുറച്ച് പേരുടെ ലൈഫിലുണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് സർപ്രൈസ്, നിങ്ങൾക്ക് ഒത്തിരി സർപ്രൈസിൻ്റെ ഊർജം വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട്, ഓക്കെ, അവിടെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട് കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് സഡൻ ആയിട്ടുള്ള പെട്ടെന്നുള്ള എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വീഴുക, അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് ആ ഒരു ഹെൽത്തിലും കുറച്ച് പേർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതാണ്. ആരോഗ്യം ഇവിടെ ഇമ്പ്രൂവ് ആകുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 9 of Wands ഊർജ്ജമാണ്. കുറച്ച് പേർക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജമാണ് കാണുന്നത്. എന്തൊക്കെ പ്രശ്നം വന്നാലും, ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ ബോൾഡായിട്ട്, സ്ട്രോങ് ആയിട്ട്, ധൈര്യത്തോടു കൂടി നേരിടാനായിട്ടുള്ള ഒരു ഊർജ്ജം കുറച്ച് പേർക്ക് വരുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ഫ്രഷ് ബിഗിനിങ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ്റെ എനർജി, വാക്ക് തർക്കങ്ങൾ, ജലസി, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഊർജ്ജമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമായിരിക്കാം. അവിടെ കുറച്ച് പേർക്ക് സ്റ്റെബിലിറ്റി, ഒരു ബാലൻസ് വരുന്നതായിട്ട്, ആ പ്രശ്നങ്ങൾ തീർത്ത് മുന്നോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ കഠിനാധ്വാനം, അതുവഴി എന്തെങ്കിലുമൊക്കെ ഗ്രോത്ത്, എന്തെങ്കിലുമൊക്കെ പുരോഗതി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്സിൽ ഒരു ഫ്രഷ് ബിഗിനിങ് കാണുന്നുണ്ട്.
പുതിയ തുടക്കങ്ങൾ കാണുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, ആരോഗ്യപരമായിട്ടുള്ള ഊർജ്ജങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്, പരസ്പരം കൊടുക്കൽ വാങ്ങലിൻ്റെ ഊർജ്ജം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഹാപ്പിനെസ്, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വിഷസ്, ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജവും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരേജ് ആയിരിക്കാം, കുറച്ച് പേർക്ക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ വിഷസ് അത് ഫുൾഫിൽ ചെയ്ത് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മെൻ്റൽ ഹെൽത്താണ്, നിങ്ങൾക്ക് ഒത്തിരി മാനസിക പിരിമുറുക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് ആയിരിക്കാം കുറച്ച് പേർക്ക് വരുന്നുണ്ടാകുക. പാസ്റ്റ് എനർജിയിലെ ഹീലിങ്ങും ആകാം. ക്യൂൻ ഓഫ് കപ്സ്, ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഹീലിംഗ് വരുന്നതാണ്. കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിലും കുറച്ച് പേർക്ക് ഹീലിംഗ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഹെൽത്തും ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കണ്ടോ, ഓവറോൾ ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. നല്ല നല്ല പുതിയ പുതിയ അവസരങ്ങൾ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിഗ് ഓപ്പർച്യൂണിറ്റി, വലിയ വലിയ അവസരങ്ങൾ, അങ്ങനത്തെ ഒരു ഊർജ്ജവും കാണുന്നുണ്ട് കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫോക്കസ്, ശ്രദ്ധയാണ്, അവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒത്തിരി സ്പിരിച്വലായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എനർജീസ് വർക്കാകുന്നതാണ്. കുറച്ചും കൂടെ ലൈഫിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ആത്മീയമായിട്ടുള്ള ഊർജ്ജം നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗുരുക്കന്മാരുടെ ഊർജ്ജവും കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വന്നിട്ട്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെയുള്ള ആ ഒരു ടൈം ഫ്രെയിമിൽ, ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്കുള്ള ഗൈഡൻസ് എന്താണ്? താങ്ക് യു. ഫസ്റ്റ് വന്നിട്ട് ഇംപേഷ്യൻ്റ് ആണ്. കുറച്ചും കൂടെ സമാധാനപരമായിട്ട് കാര്യങ്ങളെ നേരിടാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും സെൽഫ് റിഫ്ലക്ഷൻ, നിങ്ങളെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത്, കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു പോസ് എടുത്തിട്ട് കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുന്ന സമയത്ത് അതിനെ സമാധാനപരമായിട്ട് നേരിടാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് ധൃതി കൂട്ടാതിരിക്കുക, ഇംപേഷ്യൻ്റ് ആകാതിരിക്കുക. എപ്പോഴാണ് എൻ്റെ മാനിഫെസ്റ്റേഷൻ വരുന്നത്, എപ്പോഴാണ് ഞാൻ വിചാരിക്കുന്ന റിസൾട്ട് വരുന്നത്, ആ ഒരു ധൃതി കൂട്ടലിൻ്റെ എനർജി കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സമാധാനത്തോടു കൂടി പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വാട്ട് കീപ്സ് യു അപ്പ് അറ്റ് നൈറ്റ്, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ശ്രദ്ധ, ഫോക്കസാണ്. നിങ്ങൾ എന്ത് കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ട് ശ്രദ്ധ, ഫോക്കസ് കൊടുക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന സമയങ്ങളിൽ നൈറ്റ് ടൈം, രാത്രി സമയങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ടോ, നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ, അതെല്ലാം ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് സ്ട്രെസ്സ്, എന്തെങ്കിലുമൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കാത്തതായിരിക്കാം. കുറച്ച് പേർക്ക് ടെക്നോളജിയുടെ ഒരു എനർജി കാണുന്നുണ്ട്, കൂടുതലായിട്ട് മൊബൈൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റിലായിരിക്കാം, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അവിടെയെല്ലാം കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അപ്പോൾ നൈറ്റ് റുട്ടീൻ കുറച്ച് പേരോട് കറക്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്, ഇവിടെ വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമാധാനപരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ ഓവറായിട്ട് നിങ്ങളെ പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ശരിയാണ്, നിങ്ങൾ തെറ്റാണ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഊർജ്ജത്തിലിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു സമാധാനം കൊണ്ടുവരാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ആയിരിക്കാം, ഈഗോ ക്ലാഷസ് ആയിരിക്കാം, അത് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ സ്വീകരിക്കുന്ന അഡ്വൈസാണ്, നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്ന ഗൈഡൻസ് ആണ്, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്താണോ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് കുറച്ചൊരു ശുഭാപ്തി വിശ്വാസവും ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്ത് സിറ്റുവേഷനും പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും, അപ്പോൾ അവിടെ തളർന്നു പോകാതിരിക്കുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, ആൻസർ ഉണ്ട്, അത് ട്രസ്റ്റ് ചെയ്യുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഇന്നത്തെ ഊർജ്ജം നോക്കാം. പാൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്കുള്ള തേഴ്സ്ഡേ എനർജി, ജൂലൈ 24th ഊർജ്ജം എന്താണ്? താങ്ക് യു.
ഫസ്റ്റ് വന്നിട്ട് വേൾഡിൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ 6 ഓഫ് വാൻഡ്സിൻ്റെ ഊർജ്ജം. രണ്ടിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒത്തിരി വിജയം, ഒത്തിരി സക്സസ്, ഒത്തിരി കാര്യങ്ങൾ നേടാനായിട്ടുള്ള ഊർജ്ജം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ലവ്, റിലേഷൻഷിപ്പ്, സ്നേഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ഊർജ്ജം കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം കൂടുതലായിട്ട് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, ലൈഫിൽ വിക്ടറി, സക്സസ്, പുരോഗതി നൽകുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നതായിട്ട്, ഫോക്കസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പഠന വിഷയങ്ങളും ഇവിടെ ഫോക്കസിൽ വരുന്നുണ്ട്. കുറച്ച് പേർക്ക് റെക്കഗ്നിഷനാണ്. നിങ്ങളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതായിരിക്കാം. നിങ്ങളുടെ കഴിവുകൾ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളായിരിക്കാം, ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം കടന്നു വരുന്നത്. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഊർജ്ജം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ്. ഇതിൽ നേരത്തെ പറഞ്ഞ ഒരു പേഷ്യൻസ് ആണ്, സമാധാനത്തോടു കൂടി ചെയ്യേണ്ട ഒരു ഊർജ്ജം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, മാനേജ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഊർജ്ജവുമായിരിക്കാം. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, അങ്ങനത്തെ ഒരു ഊർജ്ജവുമായിരിക്കാം. അവിടെയും കുറച്ചൊരു സമാധാനം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അവിടെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ടുള്ള ഇൻറ്റൻഷൻ, ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ ഇന്ന് കൊടുക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ആ ഒരു സീഡ് വന്നിട്ട്, ആ ഒരു വിത്ത് വന്നിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് നറിഷ് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ കൊടുക്കുക, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. അതും കുറച്ച് പേർക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് അൺനെസസറി ആയിട്ടുള്ള വറിയാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു വിഷമമായിരിക്കും. അപ്പോൾ അതെല്ലാം മാറ്റി വയ്ക്കുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ബാക്കിൽ റിന്യൂവലിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഒത്തിരി പുതിയ പുതിയ എനർജീസ്, അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകും. കുറച്ച് പേർക്ക് ട്രാവൽ ചെയ്യാനായിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും പുതിയ കോൺട്രാക്റ്റ്, പുതിയ എനർജീസ് ആയിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട് കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് ഫാമിലി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റി ടൈമും കാണുന്നുണ്ട്. കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, തുറന്ന് സംസാരിക്കാനായിട്ടും കുറച്ച് പേർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ എനർജി എന്താണെന്ന്. അതായത് ജൂലൈ 24 ഊർജ്ജമാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് കർക്കിടക വാവാണ്, ന്യൂ മൂൺ ആണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് ഫസ്റ്റ് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ന്യൂ മൂൺ നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെല്ലാം ബ്ലെസ്സിങ്സ്, എന്തെല്ലാം ന്യൂ എനർജീസ് ആണ് കൊണ്ടുവരുന്നത് നോക്കാം. പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. ഇവിടെ വന്നിട്ട് 8 ഓഫ് സോഡ്സ്, ഹൈ പ്രീസ്റ്റസ്, 5 ഓഫ് സോഡ്സ്. കുറച്ച് പേർക്ക് പുതിയ കാഴ്ചപ്പാടുകളാണ്, പുതിയ പെർസ്പെക്റ്റീവാണ് കൊണ്ടുവരുന്നത് ഈ ഒരു ന്യൂ മൂൺ എനർജി വന്നിട്ട്. നിങ്ങളുടെ വിഷൻസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആകുന്നതാണ്. കുറച്ച് പേർക്ക് കണ്ണുകളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വിഷൻസ്, നിങ്ങൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ, വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, സങ്കല്പിക്കുന്ന കാര്യങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടായിരിക്കാം. അവിടെയെല്ലാം ഒത്തിരി പോസിറ്റിവിറ്റി കടന്നു വരുന്നതായിട്ട്, നല്ല നല്ല ഊർജ്ജങ്ങൾ കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ സ്റ്റക്കായി പോയി, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ഊർജ്ജത്തിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു സ്പേസിലും ഒത്തിരി സ്പിരിച്വലായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ഊർജ്ജങ്ങൾ കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. നിങ്ങളുടെ ആത്മജ്ഞാനം നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ് പല സിറ്റുവേഷൻസും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ കോംപ്രമൈസ് ആയിരിക്കാം കുറച്ച് പേർക്ക്, പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്ന ഒരു ഊർജ്ജമായിരിക്കാം കുറച്ച് പേർക്ക് വരുന്നത്. കുറച്ച് പേർക്ക് പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് അഭിമുഖീകരിച്ച് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ന്യൂ എനർജി, പുതിയൊരു ഊർജ്ജമാണ് കടന്നു വരുന്നത്.
ഫീനിക്സ് പക്ഷിയെ പോലെ നിങ്ങളുടെ ലൈഫിൽ ഉയർന്നു പറക്കാനായിട്ട്, ഒത്തിരി മാറ്റങ്ങൾ, ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും കൊണ്ടുവരാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ സൈക്കിള്, പുതിയ ഊർജം നിങ്ങളുടെ ഉള്ളിൽ വർക്കാകുന്നതാണ് ഇനി വരുന്ന സമയങ്ങളിൽ. കുറച്ച് പേർക്ക് ഇത് ആത്മീയമായിട്ടുള്ള ഊർജ്ജമായിരിക്കും, കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി ആയിട്ട്, ആത്മീയത അതൊക്കെയായിട്ട് കുറേ കൂടെ കണക്ട് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു ഊർജ്ജം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്ര ഹീലിംഗ് ആണ്. മനസ്സിലുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ ആരോടും പറയാത്ത എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അത് കുറച്ച് പേർക്ക് ഹീൽ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്. ദ സൺ, കുറച്ച് പേർക്ക് ഫ്രഷ് സ്റ്റാർട്ടാണ്, ന്യൂ ബിഗിനിങ്ങിൻ്റെ ഊർജ്ജവും കാണുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പുരോഗതിയായിരിക്കാം. നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കോൺഫിഡൻസ്, ആത്മധൈര്യം കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം ഇവിടെ കുറേ കൂടെ ഇമ്പ്രൂവ് ആകുന്നതാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഊർജ്ജങ്ങൾ വരുന്നതാണ്. കുറേ കൂടെ സന്തോഷം, ഹാപ്പിനെസ്, അതിനെല്ലാം കണ്ടിരുന്ന രീതിയിലും ഒത്തിരി ഷിഫ്റ്റ്, മാറ്റങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാദർ ഹീലിംഗ് ആണ്. ഫാദറായിട്ട്, കുട്ടിക്കാലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ, ഒരു ആൻസർ ആയിരിക്കാം. അല്ലെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. എന്താണ് ഫാദർ വൂണ്ട്, അച്ഛനായിട്ടുള്ള പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ള ഡിവൈൻ മാസ്കുലിൻ എനർജി ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്, പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ആ ഒരു മാസ്കുലിൻ എനർജിയിൽ എവിടെയാണ് ഹീലിംഗ് കൊണ്ടുവരേണ്ടത്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം, അങ്ങനത്തെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഊർജ്ജവും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ ഊർജ്ജം കുറച്ച് പേർക്ക് വരുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. ബ്യൂട്ടിഫുൾ എനർജി. ഇവിടെ കുറച്ച് പേർക്ക് സ്വയം പര്യാപ്തതയുടെ എനർജിയാണ്. നിങ്ങളെ കുറച്ചും കൂടെ വിശ്വസിക്കാനായിട്ട്, ട്രസ്റ്റ് ചെയ്യാനായിട്ട്, അത് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ മണി, ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ആയിരിക്കാം. അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ ആത്മീയമായിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള ഊർജ്ജമാണ്. നിങ്ങളെ കാണുന്ന രീതി, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട്, അതിലെല്ലാം ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്, ഒത്തിരി ചേഞ്ചസ് വരുന്നതാണ് കുറച്ച് പേർക്ക് വന്നിട്ട്. കണ്ടോ, ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള ഊർജ്ജമാണ് കാണുന്നത്. ഒത്തിരി സ്പിരിച്വൽ മെസ്സേജസ്, ഒത്തിരി ഗൈഡൻസും നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നതാണ്. ഒത്തിരി ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പുതിയ പുതിയ പ്രൊജക്ട്സ് ആയിരിക്കാം, പുതിയ പുതിയ ഐഡിയ ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം, പഠന വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം കുറച്ച് പേര് വന്നിട്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ബെറ്റർ വേർഷൻ ആകാനായിട്ട്, നിങ്ങളുടെ വ്യക്തിത്വം അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി എനർജീസ് ഈ ഒരു ന്യൂ മൂൺ കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ചുറ്റും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാസ്റ്റിലെ എഫേർട്സ്, നിങ്ങൾ കൊടുത്ത കഠിനാധ്വാനത്തിന് റിസൾട്ട് കണ്ടു തുടങ്ങുന്ന സമയമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ ടൈം പീരീഡ് വരെയുള്ള ആ ഒരു ടൈം ഫ്രെയിമിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. ഫസ്റ്റ് വന്നിട്ട് ഓപ്പർച്യൂണിറ്റിയാണ്. ട്രസ്റ്റ്, ഡോണ്ട് സ്റ്റോപ്പ്. ഓപ്പർച്യൂണിറ്റി വന്നിട്ട് അവസരങ്ങൾ, നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന എനർജീസ്, ഊർജ്ജങ്ങൾ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി, വ്യക്തത ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് യൂണിറ്റിയുടെ എനർജിയാണ്. ഒത്തൊരുമയോടുകൂടി ചെയ്യേണ്ട പല സിറ്റുവേഷൻസും പല സാഹചര്യങ്ങളും വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെന്താണ്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളത്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർ ഇത് ചെയ്യുന്ന കൊണ്ടിട്ട് ഞാൻ ഇതും ചെയ്യാം, അങ്ങനത്തെ ഒരു ഊർജ്ജം, അല്ലെങ്കിൽ വേറൊരു വ്യക്തി ഇത് പഠിക്കുന്നുണ്ട് എന്നാൽ ഞാനും പഠിക്കാം, അങ്ങനെ ചിന്തിക്കാതെ ശരിക്കും നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, ആരെയും കോപ്പി ചെയ്യാതെ നിങ്ങളുടെ ആ ഒരു യുണീക്കായിട്ടുള്ള എനർജി, നിങ്ങൾക്ക് ഈശ്വരൻ തന്നേക്കുന്ന ആ ഒരു കഴിവുകൾ, ആ ഒരു പൊട്ടൻഷ്യൽ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേർക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് ട്രസ്റ്റാണ്, വിശ്വാസത്തിൻ്റെ ഊർജ്ജമാണ്. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും എന്തെങ്കിലുമൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ആരെയും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ലെങ്കിൽ, അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള അതിർവരമ്പ് നിങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് ഊർജം സ്വീകരിക്കണം, എവിടെ നോ പറയണം, അതിലെല്ലാം കുറച്ചൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരിക. അത് കുറച്ച് പേർക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ്. നിങ്ങൾ ബ്ലൈൻഡായിട്ട് കണ്ണടച്ച് ഒന്നും വിശ്വസിക്കാതിരിക്കുക, അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. എല്ലാത്തിനുമുപരി നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ സത്യം, നിങ്ങളുടെ ട്രൂത്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം, ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. ഇവിടെ ഡോണ്ട് സ്റ്റോപ്പ് വന്നിട്ട് കുറച്ച് പേർക്ക് തോറ്റുപോകുന്ന ഒരു ഊർജം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ പിന്നോട്ട് മാറുക. കുറച്ച് പേർക്ക് നിങ്ങളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക, തുലനം ചെയ്ത് നോക്കുക, അങ്ങനത്തെയൊക്കെ ഊർജമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. എഗെയിൻ, നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ സെൽഫ് വർത്ത് മൂല്യം അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഇന്നത്തെ ഊർജം എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് തേഴ്സ്ഡേ ഊർജം എന്താണ്? താങ്ക് യു. ഹൈ പ്രീസ്റ്റസിൻ്റെ ഊർജമാണ്. ഒത്തിരി ആത്മീയമായിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഊർജം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ കുറച്ചും കൂടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ട്, കാര്യങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഊർജം കാണുന്നുണ്ട്. ഇവിടെ ബുക്ക് തുറന്നു വെച്ചിട്ട് ലേൺ ചെയ്യുകയാണ്, പഠിക്കുകയാണ് പല കാര്യങ്ങളും വന്നിട്ട്. 10 ഓഫ് കപ്സ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലവ്, സ്നേഹം, നിങ്ങളുടെ ഫാമിലി, കുടുംബം, കുട്ടികൾ, നിങ്ങളുടെ മാരേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം കൂടുതലായിട്ട് ഫോക്കസിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം എങ്ങനെ ഇമോഷണൽ കണ്ടൻമെൻറ്റ്, ഒരു ആത്മസംതൃപ്തി കണ്ടെത്താം, റിലേഷൻഷിപ്പിൽ എങ്ങനെ ഒരു ഊഷ്മളത കൊണ്ടുവരാം, ഒത്തിരി സന്തോഷം കൊണ്ടുവരാം, കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യാം, അതിലെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധ, ഫോക്കസ് കൊടുക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഊർജ്ജം, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആ ഒരു സ്പേസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ കുറേ കൂടെ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒത്തിരി ഇൻറ്റ്യൂഷനും കാണുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ പല കാര്യങ്ങളും മനസ്സിലാക്കി തരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ഒത്തിരി വിസ്ഡം, അറിവ് നേടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും എടുക്കുന്നുണ്ടാകില്ല. എഗെയിൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ സമയം എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേര് വന്നിട്ട് കുറച്ച് പേർക്ക് ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള ഊർജ്ജവും കാണുന്നുണ്ട്, വൈകാരികമായിട്ടുള്ള ഊർജ്ജവും കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഇവിടെ 6 ഓഫ് സോഡ്സ്, അതുപോലെ തന്നെ കിങ് ഓഫ് വോൺസിൻ്റെ ഊർജ്ജമാണ് കാണുന്നത്. ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് 6 ഓഫ് സോഡ്സ്, അതുപോലെ തന്നെ കിങ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഇത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ്, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ലൈഫിൻ്റെ പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ പൂർണ്ണരൂപം മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ടാണ് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നത്. കുറച്ച് പേർക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, യാത്രകൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ടും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് എന്തെങ്കിലും പേടിയായിരിക്കാം, ഫിയർ ആയിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം, പെട്ടെന്ന് ടെൻസ്ഡായി പോകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു എനർജി വരണ സമയത്തും കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ലീഡർഷിപ്പ് കേപ്പബിലിറ്റി, നിങ്ങളുടെ നേതൃത്വ പാടവം, നിങ്ങളുടെ സ്ട്രെങ്ത്ത്, അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് പറയുന്ന സമയത്തായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ക്രിറ്റിസിസം, എന്തെങ്കിലും ഈഗോയുടെ എനർജി വരുന്നുണ്ടെങ്കിൽ, വിമർശനത്തിൻ്റെ എനർജിയൊക്കെ വരുന്നുണ്ടെങ്കിൽ പേഴ്സണലി എടുക്കാതിരിക്കുക. കുറച്ചുകൂടെ ബോൾഡായിട്ട് ആ ഒരു എനർജി ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അപ്പോൾ മുന്നോട്ട് സഞ്ചരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക, അതെല്ലാം കുറേ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കലാപരമായിട്ടുള്ള
കുറച്ച് പേർക്ക് ഫാദറായിട്ടുള്ള, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാദറായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഫാദർ വൂണ്ടായിരിക്കാം, മാസ്കുലിൻ എനർജിയിലുള്ള ആ ഒരു വൂണ്ടായിരിക്കാം, അത് കുറച്ച് പേരോട് മനസ്സിലാക്കാനായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസം ഒത്തിരി പ്യൂരിഫിക്കേഷൻ, ഒത്തിരി ശുദ്ധീകരണത്തിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറേ പേർക്ക് സമാധാനത്തിൻ്റെ ഊർജ്ജം കടന്നു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ കുറച്ചും കൂടെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ബുദ്ധിശക്തി നന്നായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, കാര്യങ്ങളെ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, പല സിറ്റുവേഷൻസും അവോയ്ഡ് ചെയ്യാനായിട്ട്, ഹീൽ ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ബാക്കിൽ ചാരിയറ്റിൻ്റെ ഊർജ്ജമാണ് കാണുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലിക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങൾ കുറച്ചും കൂടെ പ്രയോറിറ്റി, മുൻഗണന കൊടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പബ്ലിക് റെക്കഗ്നിഷനാണ്, മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയുക, നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് നൽകുക, അതെല്ലാം ഒത്തിരി നിങ്ങളെ ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഗാർഡനിങ്ങിൻ്റെ ഊർജ്ജം കാണുന്നുണ്ട്. ഫ്ലവേഴ്സായിട്ട്, നേച്ചറായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ കോൺഫിഡൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പല സിറ്റുവേഷൻസും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ഷെയറിങ് മെൻറ്റാലിറ്റിയും കാണുന്നുണ്ട്. നിങ്ങളുടെ അറിവുകളായിരിക്കാം നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് കുറച്ച് പേർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാക്കാം. എന്തെങ്കിലുമൊക്കെ ചാരിറ്റി, അങ്ങനത്തെ എനർജീസായിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.